നമസ്കാരം. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് റിപ്പോർട്ടർ ചാനലും അതിൻ്റെ മുതലാളിയും രണ്ട് തൊഴിലാളികളുമാണെന്ന്. അതേക്കുറിച്ച് വിശദമായി പറയാം. ഞാൻ പറഞ്ഞതിൽ ഒരു തൊഴിലാളി അമൈര ശിരസ്കൻ അരുൺകുമാറാണ്. മിനിഞ്ഞാന്ന് അയാൾ റിപ്പോർട്ടർ ചാനലിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ദിലീപ് അനുകൂലികളായി നിൽക്കുന്നവരുടെ ചില വാദങ്ങളുണ്ട്. നിങ്ങൾ പ്രതിയാക്കപ്പെട്ട ദിലീപിൻ്റെ സ്വകാര്യതയെ മാനിക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും സേഫായ കസ്റ്റഡി എന്ന് നമ്മളും അതിജീവിതയും കരുതിയിരുന്ന കസ്റ്റഡിയിൽ നിന്ന് അതിജീവിത ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ 3 തവണ അനധികൃതമായി കണ്ടിട്ട് അതിൻ്റെ പേരിൽ ഒരിഞ്ച് പോലും വേദനിക്കാത്തവരാണ് ദിലീപിൻ്റെ സ്വകാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നത്. സൗകര്യമില്ല എന്നുള്ളതാണ് പൾസർ സുനിയുടെ ഒരു അഭിമുഖത്തിൽ പറയുന്നത്. ഇതിൻ്റെ പല കോപ്പികൾ പുറത്തു പോയിട്ടുണ്ടെന്നാണ്. അത് 3 തവണ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, 3 തവണ അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ, അതറിയാമായിരുന്നിട്ടും അതിൻ്റെ മുകളിൽ ജഡ്ജി അടയിരുന്നിട്ടുണ്ടെങ്കിൽ, അത് പ്രോസിക്യൂഷനെയോ അതിജീവിതയെയോ അറിയിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ആ ദൃശ്യങ്ങൾ കൈവശമുള്ളവർ ഇനിയും മറ്റാളുകളിലേക്ക് പകരില്ലെന്ന് എന്തുറപ്പാണ് ഈ ജുഡീഷ്യൽ സംവിധാനത്തിന് കൊടുക്കാൻ കഴിയുന്നത്? ഈ കേസിലെ പ്രധാനപ്പെട്ട ഭാഗമായ ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോവുകയും ഗൂഢാലോചനയെ തുടർന്നുള്ള കുറ്റകൃത്യം മാത്രം തെളിയിക്കപ്പെടുകയും ചെയ്ത ഒരു അസാധാരണ സാഹചര്യമുണ്ട്. അതായത് ഇവിടെ ഒരു കുറ്റം നടന്നിരിക്കുന്നു, അതൊരു കുറ്റകൃത്യമായിരിക്കുന്നു, ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഒരു കുറ്റം ശൂന്യതയിൽ നിന്നുണ്ടാകില്ലല്ലോ. ഒരു കുറ്റത്തിനു പിന്നിൽ ഒരു കാരണമുണ്ടാകുമല്ലോ. കാരണമില്ലാതെ കുറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന വിധിയാണ്, ആ വിധിയുടെ അന്യായത്തെയാണ് നമ്മൾ സംശയിക്കുന്നത്. എൻ്റെ ഏറ്റവും ബലമായ സംശയം, ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ആനന്ദിക്കുന്നതിൻ്റെ കാരണം അവർക്കറിയാം. ഇതൊരിക്കലും തെളിയിക്കപ്പെടാൻ പാകത്തിലുള്ള കേസല്ല എന്ന മട്ടിൽ അവരതിൻ്റെ തെളിവുകൾ ചമച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് അരുൺകുമാർ പറഞ്ഞത്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് കോടതിയാണ്. വിധി അറിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയ ദിലീപിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയതിനെയാണ് ഈ മൊട്ട അരുൺ ന്യായീകരിച്ചത്. അരുണേ, നിന്നെപ്പോലെയുള്ള വൃത്തികെട്ടവൻ, നിന്നെപ്പോലെ മര്യാദയില്ലാത്തവൻ, നിന്നെപ്പോലെ പണം കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ, നിന്നെപ്പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവൻ, നിന്നെപ്പോലെ ജനങ്ങൾ വെറുക്കുകയും അറയ്ക്കുകയും ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒരാൾ ഇന്ന് മലയാളത്തിലെ മാധ്യമ രംഗത്തുണ്ടോ? ഇല്ലെന്ന് നിന്റെ വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ നിനക്ക് മനസ്സിലാകും. പണം കിട്ടിയാൽ എന്തു വൃത്തികേടിനും നീ തയ്യാറാകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുട്ടിൽ മരം കൊള്ളക്കേസ് പ്രതിയുടെ ചാനലിൽ നീ ജോലി ചെയ്യുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ? മുട്ടിൽ മരം കൊള്ളക്കേസ് ഉണ്ടാകുമ്പോൾ നീ 24 ചാനലിലാണ്. അന്ന് നീ 24 ചാനലിൽ മുട്ടിൽ മരമുറി കൊള്ളയെക്കുറിച്ച് ഒരു ഗ്രാഫിക്സ് വീഡിയോ ചെയ്തിരുന്നു. വീരപ്പൻ എന്നെഴുതിയ ഒരു ലോറിയിൽ തലയിൽ കെട്ടൊക്കെ കെട്ടി കൈലിയൊക്കെ ഉടുത്ത് നീ വന്നു നിന്ന് കോമാളിത്തരം കാണിക്കുന്നത്. അന്ന് മുട്ടിൽ മരം കൊള്ളയെക്കുറിച്ചും അതിലെ പ്രതിയും ഇന്നത്തെ നിന്റെ യജമാനനുമായ ആൻഡോ അഗസ്റ്റിനെ കുറിച്ചുമൊക്കെ നീ പറയുന്നുണ്ട്. അതേ ആൻഡോ അഗസ്റ്റിന്റെ ചാനലിൽ വന്നു നിന്നിട്ടാണ് നീ ഇന്ന് ഒരു നാണക്കേടും മാനക്കേടുമില്ലാതെ ഓരോന്ന് പുലമ്പുന്നത്. അതായത് ആര് പണം തരുന്നോ നീ അവർക്ക് വേണ്ടി പറയും, അവർ പറയുന്ന പണിയൊക്കെ ചെയ്യും. ഡ്രോൺ പറത്തിയതിനെതിരെ വിമർശനമുണ്ടായപ്പോൾ നീ പറഞ്ഞല്ലോ സൗകര്യമില്ല എന്ന്. നിന്റെ വീട്ടുകാര്യമല്ല അരുണേ, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് കിട്ടേണ്ട മൗലികാവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. നീ സൗകര്യമില്ല എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. നിന്റെ കിടപ്പറയുടെ ഭിത്തിയിൽ ഒരു തുളയിട്ട് അതുവഴി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയിട്ട് വേറൊരുത്തനും ഇത് പറയാമല്ലോ, സൗകര്യമില്ല എന്ന്. പിന്നെ പൾസർ സുനിയുടെ ഒരു അഭിമുഖത്തെ പറ്റി നീ പറയുന്നുണ്ടല്ലോ. ആ അഭിമുഖം തന്നത് റിപ്പോർട്ടർ ചാനലിലാണ്. ആ അഭിമുഖം ഒളിക്യാമറയിലാണ് ചിത്രീകരിച്ചതെന്ന് പറഞ്ഞ് നാട്ടുകാരെ കാണിച്ചത് റോഷിപാലാണ്. അരുണേ, ഒളിക്യാമറയ്ക്ക് എത്ര ആംഗിൾ ഉണ്ടാകും? ഒന്നല്ലേ? റിപ്പോർട്ടർ ചാനൽ കാണിച്ച ദൃശ്യങ്ങളിൽ എത്ര ആംഗിളുകൾ ഉണ്ടായിരുന്നു? ഒരുപാട്. അതിൻ്റെ അർത്ഥം എന്താണ്? പ്ലാൻ ചെയ്തത് എന്നല്ലേ? മറ്റേതെങ്കിലും ഒരു ചാനൽ അത് ഏറ്റുപിടിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണ്? നീയൊക്കെ കാണിച്ചത് കള്ളത്തരം എന്നുള്ളത് കൊണ്ട്. മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച DYSP ബെന്നിക്കെതിരെ നീയൊക്കെ ലൈംഗിക പീഡന പരാതി കൊണ്ടുവന്നു. എന്നിട്ട് എന്തായി? അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് എല്ലാവർക്കും അറിയാം. മുമ്പ് കലോത്സവത്തിന് ആ പാവം പഴയിടം നമ്പൂതിരിയെ വിവാദത്തിലേക്ക് വലിച്ചഴിച്ചതും നീ ഒരുത്തനാണ്. നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്നപ്പോൾ മുതൽ ദിലീപിനെ വേട്ടയാടാൻ തുടങ്ങിയതാണ്. അത് ജനങ്ങൾക്കെല്ലാം അറിയാം. ഇന്നും നീയൊക്കെ അത് തുടരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? പൂത്ത പണവും ഭരിക്കുന്നവരുടെ അടിവസ്ത്രം കഴുകിക്കൊടുത്തുണ്ടാക്കിയ സ്വാധീനവും തരുന്ന ധൈര്യം നിനക്കൊക്കെയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നീയൊക്കെ ആരെയും എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ള മാനസിക നിലയിലേക്ക് എത്തിയത്. വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ ഒരു നല്ല മനുഷ്യനും സംസ്കാരമുള്ളവനുമാക്കി മാറ്റുമെന്ന് പറയുന്നത് വെറുതെയാണ്. അരുണേ, അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നീ. നല്ലൊരു മനുഷ്യനാകാനും നീതിപൂർവമായി ചിന്തിക്കാനും നിഷ്പക്ഷമായി നിൽക്കാനും വിദ്യാഭ്യാസം ഒന്നും വേണ്ട. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചാൽ മാത്രം മതി. അന്തിമയങ്ങുമ്പോൾ തലയിൽ മുല്ലപ്പൂവും ചൂടി വില കുറഞ്ഞ പൗഡറും ഇട്ട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വന്നു നിൽക്കുന്ന ശരീരം വിൽക്കുന്ന സ്ത്രീകളില്ലേ, അവർക്ക് നിന്നേക്കാൾ അന്തസ്സുണ്ട്. കാരണം അവർ ശരീരം വിൽക്കുന്നത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയാണ്. എന്നാൽ താൻ അങ്ങനെയല്ല.
പണത്തിനു വേണ്ടി മാത്രമാണ് താൻ ജീവിക്കുന്നത്. ഇന്ന് റിപ്പോർട്ടറിലെ യജമാനൻ തരുന്നതിനേക്കാൾ 10 രൂപ കൂടുതൽ ദിലീപ് തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുക്കളപ്പണി ചെയ്യാനും സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോലും താൻ തയ്യാറാകുമെന്ന് ഉറപ്പാണ്. വല്ലപ്പോഴുമെങ്കിലും തന്റെ വീഡിയോകളുടെ താഴെ വരുന്ന കമന്റുകളൊന്ന് വായിച്ചു നോക്കണം. ഒരു കാര്യം പറയാതെ വയ്യ, മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ അരുൺകുമാറിനെ പോലെയുള്ള ചിലർ നടത്തുന്ന തെമ്മാടിത്തരങ്ങൾ അതിര് കടന്നിരിക്കുന്നു. ചാനലിന് റേറ്റിംഗ് കൂട്ടാനായി എന്ത് വൃത്തികേടുകളും ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലേക്ക് റിപ്പോർട്ടർ ചാനലും അതിലെ കുറെ തൊഴിലാളികളും മുതലാളിയും അധപതിച്ചിരിക്കുന്നു. തിരിച്ചടി വൈകാതെ പൊതുസമൂഹം തന്നെ നൽകും.